ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ കേരള സിലബസിലെ ബയോളജിയുടെ ആദ്യ ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസാണ്. ഈ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ബാക്കി പോർഷൻസ് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 9 ലെറ്റ്സ് പ്രിപ്പയർ ദ ഒബ്സർവേഷൻ മെറ്റീരിയൽ എന്നുള്ള പോർഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിച്ചു. മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ ഓരോ യൂസസും നമ്മൾ പഠിച്ചു. ഇനി മൈക്രോസ്കോപ്പിൽ വെച്ച് ഒബ്സർവ് ചെയ്യുന്ന മെറ്റീരിയലിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. Preparation of observation material requires much accuracy and patience. നമുക്കൊരു ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യതയും വേണം, നല്ല ക്ഷമയോടുകൂടി വേണം, നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണ്ടത് ചെയ്യാൻ. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ക്ലിയർ ആയിട്ട് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയൂ. Observe the illustration that shows the stages for the preparation of slide to observe plant cell. ഒരു പ്ലാന്റ് സെല്ലിൻ്റെ എങ്ങനെ ഒബ്സർവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള സ്റ്റേജസുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ സ്റ്റേജസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ സ്ലൈഡ് ടു ഒബ്സർവ് പ്ലാന്റ് സെൽ. പ്ലാന്റ് സെൽ മീൻസ് സസ്യകോശം. സസ്യകോശം ഒബ്സർവ് ചെയ്യാനുള്ള സ്ലൈഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള സ്റ്റേജസ് ആണ് പഠിക്കാൻ പോകുന്നത്. Then prepare a slide by taking the cross section of the root of plantain. അത് പഠിച്ചതിന് ശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു വാഴയുടെ നാരിൻ്റെ ക്രോസ് സെക്ഷൻ്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റൂട്ട് ഓഫ് പ്ലാന്റെയിൻ എന്ന് വെച്ചാൽ വാഴയുടെ നാരാണ്. വാഴയുടെ നാരിൻ്റെ ക്രോസ് സെക്ഷന് കുറുകെയുള്ള ഛേദമെടുത്ത് അതൊരു സ്ലൈഡായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അനലൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായിരുന്നു. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിൻ്റെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള സ്റ്റേജസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽ. ഹെഡിങ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽ. സ്റ്റേജ് 8 വരെയാണുള്ളത്. സ്റ്റേജ് 1 നമുക്ക് നോക്കാം. Put the material to be observed in the Petri dish containing water to prevent dehydration. അപ്പോൾ ഏത് മെറ്റീരിയലിനെയാണോ ഒബ്സർവ് ചെയ്യേണ്ടത് ആ മെറ്റീരിയൽ പെട്രി ഡിഷിലേക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. പെട്രി ഡിഷിൽ എന്തുണ്ടാവണം? വെള്ളം നിറച്ചു വെച്ചിരിക്കണം. എന്തിനു വേണ്ടി? ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടി വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന പെട്രി ഡിഷിലേക്ക് ഏതു വസ്തുവിനെയാണോ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത് അതിനെ ആ പെട്രി ഡിഷിലേക്ക് ഇടുക. അതാണ് സ്റ്റേജ് 1. സ്റ്റേജ് 2 ടേക്ക് തിൻ ക്രോസ് സെക്ഷൻസ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിൻ്റെ തിന്നായിട്ടുള്ള നേർത്ത കുറുകെയുള്ള ഛേദം ക്രോസ് സെക്ഷൻസ് എടുക്കുക. ടേക്ക് തിൻ ക്രോസ് സെക്ഷൻസ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിൻ്റെ, ഇവിടെ ഏതാണ്? വാഴയുടെ നാരാണല്ലേ. ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിൻ്റെ തിൻ ക്രോസ് സെക്ഷൻസ് എടുക്കുക. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിത്ത് എ ബ്രഷ് ഷിഫ്റ്റ് ദ സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ. ഇപ്രകാരം ക്രോസ് സെക്ഷൻസ് എടുത്ത ഈ സെക്ഷനെ നമുക്ക് വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് ബ്രഷിൻ്റെ സഹായത്തോടു കൂടി ഷിഫ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാച്ച് ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വാച്ച് ഗ്ലാസ്സിലേക്ക് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തിന്നായിട്ടുള്ള ക്രോസ് സെക്ഷൻസിനെ ഒരു ബ്രഷിൻ്റെ സഹായത്തോടു കൂടി മാറ്റുക. സ്റ്റേജ് 4 Put the thinnest and complete sections to a watch glass containing stain. നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ കുറേ എടുക്കും. അതിലേറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് തിന്നായിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ക്രോസ് സെക്ഷൻ എടുത്തിട്ട് വാച്ച് ഗ്ലാസ്സിൽ
സ്റ്റെയിനുള്ള വാച്ച് ഗ്ലാസ്സിലേക്ക് ഇടും. ശ്രദ്ധിക്കണേ, നമ്മൾ കുറേ ക്രോസ് സെക്ഷൻസ് എടുക്കും. അതിൽ ഏറ്റവും തിന്നായതും കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ കിട്ടിയതുമായിട്ടുള്ള ഒരു മെറ്റീരിയലിനെ എടുത്തിട്ട് വാച്ച് ഗ്ലാസ് സ്റ്റെയിൻ അടങ്ങിയിട്ടുള്ള, സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കണ്ടോ അവിടെ ചിത്രത്തിൽ, കളേർഡ് കോമ്പൗണ്ടാണ്, കളറുള്ളൊരു കെമിക്കലാണ്. ആ സ്റ്റെയിനിലേക്ക് നമ്മൾ ഇടും. സ്റ്റേജ് 5 add 1 or 2 drops of glycerin to the slide to prevent drying up of the material. അപ്പോൾ നെക്സ്റ്റ് 5ാമത്തെ സ്റ്റേജിൽ നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. 1-2 തുള്ളി ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നു ഈ സ്ലൈഡിലേക്ക്. ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ എടുക്കുന്ന മെറ്റീരിയൽ ഉണങ്ങാതിരിക്കാൻ, ഡ്രൈ ചെയ്യാതിരിക്കാനാണ്. ടു പ്രിവെൻറ്റ് ഡ്രൈയിങ്, ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1-2 തുള്ളി ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത്. സ്റ്റേജ് നമ്പർ 6 വാഷ് ദ സ്റ്റെയിൻഡ് സെക്ഷൻ ഇൻ ക്ലീൻ വാട്ടർ. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മെറ്റീരിയൽ ഇരിക്കുന്നത്? സ്റ്റെയിൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഈ സ്റ്റെയിൻഡ് ആയിട്ടുള്ള സെക്ഷനെ ക്ലീൻ വാട്ടറിൽ, ശുദ്ധമായ വെള്ളത്തിൽ വാഷ് ചെയ്യുക. ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ ഗ്ലിസറിൻ ഓൺ ദ സ്ലൈഡ്. എന്നിട്ട് ഒരു സ്ലൈഡിനകത്ത് വീണ്ടും ഗ്ലിസറിന് ഒഴിച്ചിരിക്കുന്ന, ഗ്ലിസറിൻ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നതിനകത്തിട്ട് വെക്കുക. സ്റ്റേജ് 7 പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ദ മെറ്റീരിയൽ യൂസിങ് എ നീഡിൽ ഇൻ സച്ച് എ വേ ദാറ്റ് എയർ ബബിൾസ് ഡു നോട്ട് പാസ്. സ്റ്റേജ് 7 ഇങ്ങനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒബ്സർവ്ഡ് മെറ്റീരിയലിൽ ഒരു കവർ ഗ്ലാസ് കൊണ്ടങ്ങ് പൊതിയുക. ഒരു സൂചിയുടെ സഹായത്തോടെ കവർ ഗ്ലാസ് കൊണ്ടങ്ങ് മൂടുക, മീൻസ് പൊതിയുക. അതിൻ്റെ കാരണം ശ്രദ്ധിക്കണം, ആ സമയത്ത് എയർ ബബിൾസ്, വായു ഒന്നും കയറാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ പൊതിയണം. വൈപ്പ് ഔട്ട്. സ്റ്റേജ് 8 വൈപ്പ് ഔട്ട് ദ എക്സസ് ഗ്ലിസറിൻ യൂസിങ് ടിഷ്യൂ പേപ്പർ. ബാക്കി ആ പേപ്പറിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എക്സസ് ആയിട്ടുള്ള ഗ്ലിസറിനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചു മാറ്റുക. അപ്പോൾ ഇത്തരത്തിൽ 8 സ്റ്റേജസ് ആണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ വെക്കുന്ന ഒരു ഒബ്സർവ്ഡ് മെറ്റീരിയലിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. ഒന്നുകൂടെ ഒന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ചേ. 1ാമത്തെ സ്റ്റേജിൽ ആ മെറ്റീരിയലിനെ നമ്മൾ ഒരു വെള്ളം നിറഞ്ഞ ഒരു പെട്രി ഡിഷിലേക്ക് മാറ്റി. പിന്നീട് ആ മെറ്റീരിയലിൻ്റെ തിന്നായിട്ടുള്ള ക്രോസ് സെക്ഷൻസ് എടുത്തു. ഒരു ബ്രഷിൻ്റെ സഹായത്തോടു കൂടി ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് അതിനെ മാറ്റി. ഓൾറെഡി ആ വാച്ച് ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. 4ാമത്തെ സ്റ്റേജിൽ ഈ എടുത്ത ക്രോസ് സെക്ഷനിൽ ഏറ്റവും തിന്നും കംപ്ലീറ്റുമായിട്ടുള്ള സെക്ഷന് സ്റ്റെയിൻ അടങ്ങിയിട്ടുള്ളൊരു വാച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റി. പിന്നീട് 2-3 തുള്ളി ഗ്ലിസറിൻ ആഡ് ചെയ്തു. എന്തിനു വേണ്ടി? മെറ്റീരിയൽ ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലിസറിൻ ആഡ് ചെയ്തു. സ്റ്റേജ് 6 ഈ സ്റ്റെയിൻഡ് ആയിട്ടുള്ള സെക്ഷന് ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഗ്ലിസറിനുള്ള ഒരു സ്ലൈഡിലേക്ക് വെച്ചു. പിന്നീട് ഒരു കവർ ഗ്ലാസ് കൊണ്ട് ഈ മെറ്റീരിയലിനെ ഫുള്ളായിട്ട് കവർ ചെയ്തു. എയർ ബബിൾസ് ഒന്നും കയറാത്ത പോലെ കവർ ചെയ്തു. ബാക്കി വന്ന ഗ്ലിസറിനെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് മാറ്റി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്ന മെറ്റീരിയൽ റെഡി ആയി കഴിഞ്ഞു. ഇതിനെ കൊണ്ടുപോയി സ്ലൈഡിൽ വെച്ചിട്ട് നോക്കിയാൽ മതി. ഒബ്സർവ് ദ സ്ലൈഡ് യു ഹാവ് പ്രിപ്പയർഡ് ത്രൂ എ മൈക്രോസ്കോപ്പ്. ഇത്തരത്തിൽ തയ്യാറാക്കിയ ഈ സ്ലൈഡിനെ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് നോക്കാം. Try to understand the difference in the magnification when lenses 10x and 45x are used. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, മാഗ്നിഫിക്കേഷൻ പവർ എന്നൊക്കെ പഠിച്ചു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് 10x 45x എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസം ഒന്ന് പരിശോധിക്കാനാണ് പറഞ്ഞത്. 10x എടുക്കുമ്പോൾ എന്തായിരിക്കും? ശരിയായ രീതിയിൽ കാണാൻ പറ്റും. പക്ഷേ 10xനേക്കാട്ടിൽ കൂടുതൽ നല്ല വൃത്തിയായിട്ട് ആക്യുറസി ആയിട്ട് കാണാൻ പറ്റുന്ന എപ്പോഴായിരിക്കും? 45x എടുക്കുമ്പോഴായിരിക്കും. അതിൻ്റെ ചിത്രം തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽ നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ബൈഹാർട്ട് ചെയ്യണം. സ്റ്റേജ് പരീക്ഷയ്ക്ക് ചോദിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കത് പഠിച്ചല്ലേ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് പോർഷനിലേക്ക് നമുക്ക് പോകാം. സാമ്പിൾ ഓഫ് പ്രാക്ടിക്കൽ റെക്കോർഡിംഗ് എന്ന ടെക്സ്റ്റ് ബുക്കിലൊരു പോർഷൻ നൽകിയിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നമ്മളൊരു സാമ്പിൾ എടുത്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റൂട്ട് ഓഫ് പ്ലാന്റെയിൻ ആണ്, വാഴയുടെ നാരാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എയിം എഴുതണം, മെറ്റീരിയൽസ് റിക്വയർഡ് എഴുതണം, പ്രൊസീജിയർ എഴുതണം,
ഒബ്സർവേഷൻ എഴുതണം, ഇൻഫറൻസസ് എഴുതണം. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, എൻ്റെ കൂടെ തന്നെ എഴുതി പൊക്കോണം. എന്നാലേ നമുക്ക് അപ്പോൾ ബൈ ഹാർട്ട് ചെയ്തും വെക്കത്തുള്ളൂ. പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ, പിന്നെ പഠിക്കാൻ വേണ്ടി അതിന് വേണ്ടി പ്രത്യേക സമയം കളയുകയും വേണ്ട. അപ്പോൾ നമ്മുടെ എയിം എന്താണ്, ലക്ഷ്യം എന്താണ് നമ്മളുടെ? ടു ഒബ്സർവ് ദ സെൽസ് ഇൻ ദ റൂട്ട് ഓഫ് പ്ലാന്റെയിൻ. വാഴയുടെ വേരിലെ കോശങ്ങൾ നിരീക്ഷിക്കുക എന്നതുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ടു ഒബ്സർവ് ദ സെൽസ് ഇൻ ദ റൂട്ട് ഓഫ് പ്ലാന്റെയിൻ. മെറ്റീരിയൽസ് റിക്വയർഡിനകത്ത് എന്തൊക്കെ എഴുതണം? ഈ പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് റിക്വയർഡ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് മുകളിൽ കൊടുത്തിരിക്കുന്ന ബോക്സിനകത്ത് ഉണ്ട്, നമുക്ക് എഴുതാൻ പറ്റുന്ന മെറ്റീരിയൽസാണ് എല്ലാം. റൂട്ട് വേണം, ബ്ലേഡ്, പെട്രി ഡിഷ്, വാട്ടർ, സ്ലൈഡ്, ബ്രഷ്, സ്റ്റെയിൻ, വാച്ച് ഗ്ലാസ്, നീഡിൽ, കവറിംഗ് ഗ്ലാസ്, ഗ്ലിസറിൻ, ടിഷ്യൂ പേപ്പർ, മൈക്രോസ്കോപ്പ്. ഇത്രയും മെറ്റീരിയൽസാണ് വേണ്ടത്. അപ്പോൾ ആവശ്യമായ സാമഗ്രികൾ ഏതൊക്കെയാണ്? വേര് വേണം, ബ്ലേഡ്, പെട്രി ഡിഷ്, ജലം, സ്ലൈഡ്, ബ്രഷ്, വാച്ച് ഗ്ലാസ്, സൂചി, കവറിംഗ് ഗ്ലാസ്, ഗ്ലിസറിൻ, ടിഷ്യൂ പേപ്പർ ആൻഡ് മൈക്രോസ്കോപ്പ്. ഇനി പ്രൊസീജിയർ നോക്കാം. പുട്ട് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ് ഇൻ ദ പെട്രി ഡിഷ് കണ്ടെയ്നിങ് വാട്ടർ. വെള്ളം ഉള്ള പെട്രി ഡിഷിലേക്ക് ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിനെ ഇടുക. ടേക്ക് തിൻ ക്രോസ് സെക്ഷൻസ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിൻ്റെ തിൻ ക്രോസ് സെക്ഷൻസ്, നേർത്ത കുറുകെയുള്ള ഛേദം ബ്ലേഡ് ഉപയോഗിച്ച് എടുക്കുക. വിത്ത് എ ബ്രഷ് ഷിഫ്റ്റ് ടു ദ സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ. വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് ബ്രഷ് ഉപയോഗിച്ച് ഈ സെക്ഷൻസിനെ ഷിഫ്റ്റ് ചെയ്യുക. പുട്ട് ദ തിന്നസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിൻ. സ്റ്റെയിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് അതിലെ ഏറ്റവും നേർത്തതും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ മാറ്റുക, ഇടുക. ആഡ് 1 or 2 drops ഓഫ് ഗ്ലിസറിൻ ടു ദ സ്ലൈഡ്. ആ സ്ലൈഡിലേക്ക് 1-2 തുള്ളി ഗ്ലിസറിൻ ആഡ് ചെയ്യുക. വാഷ് ദ സ്റ്റെയിൻഡ് സെക്ഷൻ ഇൻ ക്ലീൻ വാട്ടർ സ്ലൈഡ്. ഇപ്പോൾ സ്റ്റെയിൻഡ് ആയിരിക്കുന്ന ഈ സെക്ഷൻ ക്ലീൻ വാട്ടറിൽ കഴുകിയെടുക്കുക. ദ സ്റ്റെയിൻഡ് സെക്ഷൻ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? സ്റ്റെയിൻഡ് ആയിട്ടുള്ള സെക്ഷനെ ക്ലീൻ വാട്ടറിൽ കഴുകി എടുക്കുക. അതുവരെ നമ്മൾ ചെയ്യണം. വാഷ് ദ സ്റ്റെയിൻഡ് സെക്ഷൻ ഇൻ ക്ലീൻ വാട്ടർ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ ഗ്ലിസറിൻ ഓൺ ദ സ്ലൈഡ്. അപ്പോൾ ക്ലീൻ വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷം ഗ്ലിസറിനുള്ള സ്ലൈഡിലേക്ക് അതിനെ വെക്കുക. പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ദ മെറ്റീരിയൽ യൂസിങ് എ നീഡിൽ. ഒരു സൂചിയുടെ സഹായത്തോടു കൂടി ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ സ്ലൈഡിൻ്റെ മുകളിലേക്ക് ഒരു കവർ ഗ്ലാസ് കൊണ്ട് മൂടുക, അതിൻ്റെ മുകളിലേക്ക് വെക്കുക. വൈപ്പ് ഔട്ട് ദ എക്സസ് ഗ്ലിസറിൻ യൂസിങ് ടിഷ്യൂ പേപ്പർ. ബാക്കി വരുന്ന എക്സസ് ആയിട്ടുള്ള ഗ്ലിസറിൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് മാറ്റുക. ഒബ്സർവ് ദ സ്ലൈഡ് ത്രൂ എ മൈക്രോസ്കോപ്പ്. ഈ തരത്തിൽ നമ്മൾ നിർമ്മിച്ച ഈ സ്ലൈഡ് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുക. ഇതാണ് പ്രൊസീജിയറിനകത്ത് വരുന്നത്. അപ്പോൾ ഒബ്സർവേഷനകത്ത് നമ്മൾ എന്ത് എഴുതും? വി ക്യാൻ സീ ആൻ എൻലാർജ്ഡ് വിഷൻ ഓഫ് ഡിഫറെൻറ്റ് സെൽസ്. ഒബ്സർവ് ചെയ്ത് നമ്മൾ കണ്ടെത്തുന്നത് എന്തായിരിക്കും? പലതരത്തിലുള്ള കോശങ്ങൾ വലിപ്പത്തിൽ കാണാൻ കഴിയും. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ പലതരത്തിലുള്ള കോശങ്ങൾ വലിപ്പത്തിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ ഇൻഫറൻസിൻ്റെ അവിടെ നമ്മൾ എന്തെഴുതും? പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസ്. സസ്യശരീരം പലതരത്തിലുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാവും. പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസ്. ഇതാണ് നമ്മളുടെ ബോക്സിൽ തന്നിരിക്കുന്നതിൻ്റെ ആൻസർ. എല്ലാവരും എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അതിനുശേഷം അത് ബൈ ഹാർട്ട് ചെയ്ത് നോക്കുക. ഒരു പ്ലാന്റ് റൂട്ടിൻ്റെ പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യുന്നതെന്നാണ് നമ്മളിതിൽ പഠിച്ചത്. ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ ഓരോ സ്റ്റേജിലെയും നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പിന്നീടുള്ള പഠിക്കാൻ നേരത്ത് നമുക്കത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും.
റെക്കോർഡിംഗ് ദ ഫൈൻഡിങ് ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് കണ്ടക്ടിങ് പ്രാക്ടിക്കൽസ് ഇൻ സയൻസ്. അപ്പോൾ പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ അതിലെ ഓരോ ഫൈൻഡിങ്സും റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റെക്കോർഡ് ഈച്ച് സ്റ്റേജ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഫോളോയിങ് ദ സാമ്പിൾ ഗിവൺ ഇൻ യുവർ സയൻസ് ഡയറി. നമ്മുടെ സയൻസ് ഡയറിയിൽ ഇത് കുറിച്ച് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ചത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോർഷനാണ് അല്ലേ? പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽ. എങ്ങനെയാണ് മൈക്രോസ്കോപ്പിലൂടെയുള്ള ഒരു മെറ്റീരിയൽ നോക്കേണ്ട ഒരു മെറ്റീരിയലിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റേജസുകൾ എന്താണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു എക്സ്പെരിമെൻ്റാണ്, ഒരു പ്രാക്ടിക്കലാണ്. വാഴയുടെ പ്ലാന്റെയിൻ റൂട്ട് ഓഫ് പ്ലാന്റെയിൻ, വാഴയുടെ നാരിനെ ഒരു സ്ലൈഡ് ഉണ്ടാക്കി അത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന എയിം, പ്രൊസീജിയർ, ഇൻഫറൻസ്, ഒബ്സർവേഷൻ എല്ലാം പഠിച്ചു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ല വൃത്തിയായി പഠിക്കുക. കുറച്ച് പോർഷൻസേ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളൂ. അത്രയും ഭാഗം നല്ലതായി പഠിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും മിടുക്കരായി പാഠങ്ങൾ പഠിച്ച് ഓരോ ദിവസവും സന്തോഷമായിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോർഷനുമായി കാണുന്നവരേക്കും ബൈ.